ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട. ഓക്കെ, അതിനായിട്ട് ഞാൻ വാഴയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ഇലയുടെ സ്റ്റീം ചെയ്താണല്ലോ എടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഇലയുടെ പ്രത്യേകത നമ്മൾ കല്ലി വെച്ചിട്ട് ചുട്ടെടുക്കുക. ഓക്കെ, അപ്പം ഇത് അരി കൊണ്ടുണ്ടാക്കുന്ന അടയാണ്. അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് അരിപ്പൊടി ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും അപ്പത്തിൻ്റെ പൊടി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി യൂസ് ചെയ്യുന്നത് നല്ലത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയാണ് മധുരത്തിന് യൂസ് ചെയ്യുന്നത്. അതിനൊരു 200 ഗ്രാം ശർക്കര, പിന്നെ 1.25 കപ്പ് തേങ്ങ, കാർഡമം പൗഡറൊക്കെ അമ്മയൊക്കെ നാട്ടിൽ എന്താ പറയുക സ്ഥിരം ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനത്തെ കല്ലിൽ ചുട്ടെടുക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റ് വരും കല്ലിൽ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ഞാൻ അരിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് മധുരത്തിന്. ചിലർ ഷുഗറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും കേട്ടോ. നിങ്ങൾക്കിപ്പം നെയ്യ് യൂസ് ചെയ്യുവാണെങ്കിൽ നെയ്യ് ഒഴിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ഇതിന്. ഓക്കെ, അപ്പം ഞാൻ വെളിച്ചെണ്ണ, റൈസ്, പിന്നെ ആവശ്യത്തിന് സാൾട്ട്. ഓക്കെ, സാൾട്ട് ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിന് അങ്ങോട്ട് കുഴച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര കുറച്ച് വെള്ളത്തിനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അരിച്ചൊക്കെ എടുത്ത് എന്നിട്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സ്, അതാണ് എൻ്റെ ഫില്ലിങ്സ്. പിന്നെ കുറച്ച് കാർഡമം പൗഡർ അതിനകത്തിടണം. അരിപ്പൊടി കുഴച്ച് വെക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശർക്കര ഉരുക്കി മറ്റേ തേങ്ങയൊക്കെ മിക്സ് അങ്ങ് ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ടാണ് ഇത് അരിപ്പൊടി കുഴയ്ക്കാൻ പോകുന്നത്. ആവശ്യമുള്ള പ്രധാന കാര്യം വാഴയില അല്ലേ. അപ്പോൾ വാഴയില ഞാനൊന്ന് വാട്ടി വെച്ചിരിക്കുക. ഇതിപ്പം ശർക്കര ഇട്ടിട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഓക്കെ ഇതിനകത്ത് ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകും. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. ഞാൻ ശർക്കര അരിച്ച് എടുത്തു. വെച്ചിരിക്കുന്ന ശർക്കര അതും തേങ്ങയും കൂടി മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയ്ക്കകത്തോട്ട് തേങ്ങ ഇട്ടുകൊടുക്കും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ട് തിക്കായ ഇടാൻ പറ്റും. ഒത്തിരി അങ്ങനെ എന്താ പറയുന്നത് വരട്ടിയൊന്നും എടുക്കണ്ട. ഈ വെള്ളം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു വന്നാൽ മതി കേട്ടോ. ഈ തേങ്ങയുടെയും തേങ്ങ ഇടുമ്പോൾ തേങ്ങയ്ക്കകത്തുകൊണ്ട് കുറച്ച് വെള്ളം വരുമായിരിക്കും. അപ്പോൾ അതൊന്ന് കുറഞ്ഞു വരുമ്പോൾ ഒത്തിരി വെള്ളമായിട്ട് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ വെള്ളം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. നമുക്ക് ഓഫ് ചെയ്ത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് കുറഞ്ഞു വരുന്നിടം വരെ വെക്കണം. ഓക്കെ, വെള്ളത്തോടുകൂടി നമുക്ക് ഏലക്കകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ ഇത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് വേണം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഏലക്കപ്പൊടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് അരിപ്പൊടിയൊക്കെ വറുത്ത് മാവൊക്കെ കുഴച്ചെടുക്കാം. വെച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയൊരു വറുത്ത മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒത്തിരി അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണ്ട, ചെറുതായിട്ടൊക്കെ. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഇലയുടെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്ത് മതി കേട്ടോ. മതി കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെച്ചിട്ട് ഇത് അരിപ്പൊടി 1 കപ്പാണല്ലോ. ഇത് 1.25 കപ്പ് വെള്ളമെങ്കിലും നമുക്ക് വേണം. ഓക്കെ, 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് ചൂടുവെള്ളം വേണം. ഓക്കെ, എടുത്ത് വെച്ചേക്കാം. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാം. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 1.25 കപ്പ് വെള്ളം നമുക്ക് ചൂടാക്കി എടുക്കാം. ചൂടാക്കിച്ച് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് ഓഫ് ചെയ്തിട്ട് നമുക്കിപ്പോൾ തന്നെ അരിപ്പൊടി കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും എടുത്തുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ. അത് മതി കേട്ടോ. ബാക്കി അവിടെ ഇരിപ്പുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നതിനകത്ത്. ഉപ്പ് കൂടിയിട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇടാം, അല്ലെങ്കിൽ 2-3 പിഞ്ച് ഉപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് വേണം. തിളച്ചിട്ടാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നത്.
ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി വേണം, കുറച്ചുകൂടി വെള്ളം വേണം. ഓക്കെ, ഇതൊക്കെ നനയാനുണ്ട്. ഓക്കെ, കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ചൂടുവെള്ളം ചൂടോടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് ഓൾറെഡി അങ്ങ് വേവുന്ന പോലെ അല്ലേ. പിന്നെ ഒത്തിരി നമ്മൾ ഈ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുഴച്ച് വെച്ചു. അപ്പം ഞാനിതിങ്ങനെ കുഴച്ച് വെച്ചു. നമ്മുടെ തേങ്ങയും ശർക്കരയും മിക്സ് റെഡി, ഇല റെഡി. ഓക്കെ, ഇലയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മാവെടുത്ത് പരത്തി കൊടുത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ 4 സൈഡും കുറച്ച് കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ട ഒരു പാടൊക്കെ വന്നാൽ ഇറ്റ്സ് ഓക്കെ ആയിട്ടെന്ന ഒരു ഭംഗിയുണ്ട് നമ്മൾ ഇങ്ങനെ ഇലയുടെ തുറക്കുമ്പം അല്ലേ. 4 സൈഡും കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അതിനകത്തോട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഇടുമ്പോൾ ഒരു ഹാഫ് മതി കേട്ടോ, ഒരു ഹാഫ് ഫില്ല് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്കിങ്ങനെ മടക്കി വെക്കണമല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന ചൂടുവെള്ളത്തിൽ ഇതാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒന്ന് എന്താ പറയുക മെൽറ്റ് ചെയ്ത് ശർക്കരയിലൊക്കെ അല്ലേ നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടും ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വേഗത്തിലിത് എന്താ പറഞ്ഞത് കല്ലിട്ട് ചുട്ടെടുക്കാം. ഓക്കെ, പണ്ട് ഇതേപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ വെക്കുക. അത് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ മടക്കാം. ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് പയ്യെ കല്ലിൽ വെച്ചിട്ട് ചുട്ട് എടുക്കാം. ഉണ്ടോ ധന്യവാദ. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ഉണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് വെക്കുക. ഓക്കെ, ഇനി പോയി ചുട്ടെടുക്കുക. ചപ്പാത്തിയൊക്കെ ചുടുന്ന കല്ലില്ല, അതുപോലത്തെ ഉണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, അതിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. കല്ല് ചൂടായിട്ടുണ്ട്, നമുക്കിതിങ്ങനെ അതിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കല്ലിൽ വെച്ച് നമുക്ക് പയ്യെ ചുട്ടെടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാനൊക്കെ. ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കണ്ട കേട്ടോ, ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുക. ഇതിന് മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് വീണ്ടും ഒന്ന് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഞാൻ നോക്കട്ടെ, കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ, അടിപൊളി. വേണമെങ്കിൽ 1 മിനിറ്റ് കൂടെ അതെങ്കിലും ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ഓക്കെ, കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെടുത്ത് മാറ്റാം. ഓക്കെ, ഉണ്ടോ നെക്സ്റ്റ് നമുക്ക് ഓരോന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അല്ലേ. അടുത്ത് ഇടാം. നിങ്ങൾ നോക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണുകയും ചെയ്യൊന്ന് ഉണ്ട് ആയിട്ടുണ്ടല്ലേ. കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ലിഡ് കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നത് അത് വേഗത്തിലാവുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇടുമ്പം എന്താ പറഞ്ഞത് ഈ കല്ലിൽ ടച്ച് ചെയ്തിരിക്കുന്ന സൈഡില്ലേ അതായിരിക്കില്ല കുക്ക് ചെയ്ത് വരുന്നത്. അത് കഴിയുമ്പം 1 മിനിറ്റ് അങ്ങനെ 1 to 3 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ അത് ആ സൈഡ് കുക്ക് ചെയ്ത് വന്നിരിക്കും. ഓക്കെ, അത് കഴിയുമ്പം കുക്ക് ചെയ്യാത്ത അതർ സൈഡും കണ്ടതിപ്പം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തിരിച്ചിടാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് കണ്ടതിപ്പം ഈ കല്ലിൽ ടച്ച് ചെയ്തിരിക്കുന്ന സൈഡ് ആയിരിക്കും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി തിരിച്ച് ഇങ്ങനെ ഇട്ടുണ്ട് തിരിച്ചിടുമ്പോൾ തന്നെ ഇതായാലും ഇങ്ങനെ ഉണ്ടോ വരും. ഓൾറെഡി ഈ സൈഡായിട്ടുണ്ട്. ഇനി ആ മറ്റേ സൈഡ് ഇപ്പം എന്താ കല്ലിൽ ടച്ച് ചെയ്തിരിക്കുന്ന സൈഡ് ഒന്നുകൂടെ 1 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇട്ടിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ സൈഡും ആയിട്ടുണ്ട്. 2 സൈഡുമായി നമുക്കിതെടുത്ത് മാറ്റി അടുത്ത് ഇട്ട് കൊടുക്കാം അല്ലേ. അങ്ങനെ ഓരോ അടകളും ചുട്ടെടുക്കുക. ഓക്കെ, ആവി പറക്കുന്ന കല്ലിൽ ചുട്ടെടുത്ത ഇല അട. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇല അട ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഒന്ന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടെന്നറിയാം. നോക്കട്ടെ, ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം.
അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ? ഇലയുടെ മണവും ഒക്കെ വരുമല്ലേ? നമുക്ക് അടിപൊളി ഉണ്ടോ? നന്നായിട്ട് ഫില്ല് ചെയ്തൊക്കെ ഇരിപ്പുണ്ട്. ആ ഇല ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു മണം വരുമല്ലോ, കല്ലിൽ വെച്ചിട്ട് ഇലയിൽ ചുട്ടെടുക്കുമ്പോൾ അല്ലേ? നന്നായിട്ടുണ്ട്, അമ്മിയായിട്ടുണ്ട് കേട്ടോ. നോക്കും ആ ഫില്ലിങ്സൊക്കെ കാണുന്നുണ്ടോ? അടിപൊളി. അപ്പോൾ സെയിം എന്നാൽ ഞാൻ സ്റ്റീം ചെയ്തെടുത്തതും ഇതേപോലെ തന്നെ, കല്ലിൽ ചുട്ടെടുത്തില്ലെന്നേ ഉള്ളൂ. അത് സ്റ്റീം ചെയ്തെടുത്തു, ഇത് കല്ലിൽ. അപ്പം ആ ഇലയുടെ ഒരു മണവും ആ കല്ലിൽ ചുട്ടെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ വേറെ വരും. ഓക്കെ, അപ്പം നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഉണ്ടോ? നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം, ഇലയുടെ മണവും പിന്നെ ശർക്കര അങ്ങനെ കല്ലിൽ വെച്ചിട്ട് ഉരുകി വരുന്ന മണമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പം ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.